വിമന് ലൈക് പ്രഗ്നൻസി ടൈം വർക്ക്ഔട്ട് ചെയ്യാവോ? യെസ്, അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഞാൻ. ഐ വാസ് ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെഡിക്കൽ റിപ്പോർട്ട്സ്, ദ ഗൈനക് അപ്രൂവൽ, പിന്നെ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഒരു എന്താ പറയുക ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ വി ഹാവ് 3 ഗോൾസ്. ഒന്നെന്ന് വെച്ചാൽ പെയിൻ മാനേജ്മെൻറ്റ്. ചിലവർക്കൊരു നടുവേദന, ഭയങ്കര മുട്ടുവേദന, ഭയങ്കരമായിട്ടുള്ള പെയിൻ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്രഗ്നൻസിയിൽ ഈ പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടി, ഈ ത്രൂ ഔട്ട് പെയിൻ സഹിക്കാതെ പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടി ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഗോൾ ഉണ്ടാവും. ദെൻ വി ഹാവ് അതർ ഗോൾ ഓഫ് ബർത്ത് പ്രിപ്പറേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പുഷ് ചെയ്യുന്ന മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് ടൈമിലുള്ള മസിൽസ് ഒക്കെ ചിലർക്ക് ഇങ്ങനെ ഷിവർ ചെയ്യും ബിക്കോസ് ഓഫ് വീക്ക്നെസ്. കാര്യം എല്ലാവരും വിചാരിക്കുന്ന പ്രഗ്നൻസി ഫുൾ ഇങ്ങനെ അനങ്ങാതിരിക്കുക, എന്നിട്ട് ലേബർ റൂമിൽ പോയിട്ട് ഹോൾ പ്രോബ്ലം സ്റ്റാർട്ട്സ്. ഇല്ല, ആക്ച്വലി നോട്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനാണ് മെയിൻ ഗോൾ. എല്ലാവരും ഒരു ഫാൻറ്റസൈസ്ഡ് ആണെന്ന് തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും പ്രഗ്നൻസിയിൽ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബർത്ത് ടൈം എന്തോ തീരെ ചിന്തിക്കാതെ പ്രഗ്നൻസി മാത്രം ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, അവിടെ പോയിട്ട് എല്ലാവരും ലാസ്റ്റ് ബർത്ത് ട്രോമയിൽ എൻഡപ്പ് ചെയ്യുക.